എല്ലാവർക്കും വിനീതമായ നമസ്കാരം. തികച്ചും അവിചാരിതമായൊരു വാർത്ത കേട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2024 ഏപ്രിൽ 27 ബഹുമാന്യയായ തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA, വേറെ 2 പേര്, അവർ ഒരുമിച്ച് വരുന്ന കാറും ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സുമായിട്ട് മത്സര ഓട്ടം നടത്തി. അവസാനം ഇടതുവശത്തൂടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവസാനം പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കാറ് കൊണ്ടുവന്ന് കുറുകെ ഇട്ടിട്ട് ബസ്സിനെ അവിടെ ചേർത്ത് നിർത്തുകയും ഈ MLAയും മേയറും കൂടെ വന്നിട്ട് ഡ്രൈവറുടെ സൈഡിൽ വന്ന് വളരെ വലിയ കോലാഹലങ്ങൾ പരുഷമായ ഭാഷയിൽ സംസാരിച്ചു. ഇതൊക്കെ മീഡിയയിൽ എല്ലാവരും കണ്ടു. അവസാനം എന്തൊക്കെ അവർ പറഞ്ഞു എന്നറിയാമല്ലോ. അവസാനം അവർ തന്നെ പോയി കേസും കൊടുത്തു. ഈ കേസ് കൊടുത്തത് വളരെ വേഗത്തിൽ തന്നെ എടുത്തു. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് സച്ചിൻ ദേവ് എന്ന് പറയുന്ന MLAയുടെ ഭർത്താവ്, ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ്, അദ്ദേഹം വണ്ടിക്കകത്ത് കയറിയിട്ട് അവിടെ ഇരുന്ന യാത്രക്കാരെ മൊത്തം ഇറക്കി വിട്ടു. അങ്ങനെ ആ വണ്ടി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അവർ കൊടുത്ത കംപ്ലൈൻറ്റ് പെട്ടെന്ന് തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്തു. മിനിറ്റ് വെച്ച് ആക്ഷൻ എടുത്തു. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. അവസാനം ജാമ്യത്തിൽ വിട്ടു. പക്ഷേ ഡ്രൈവർ കൊടുത്ത പെറ്റീഷൻ എത്രയോ ദിവസങ്ങൾ എടുത്തില്ല. അവസാനം വക്കീൽ വഴി കോടതി പോയിട്ട് കോടതിയുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞ് മാത്രമാണ് ഒരു പെറ്റീഷൻ സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായത്. അങ്ങനെ ആ സമയം മുതൽക്ക് ആ കേസ് അട്ടിമറിക്കാനുള്ളൊരു ശ്രമമായിരുന്നു. അന്ന് വന്ന ആ സംഭവത്തെപ്പറ്റി ഇന്ത്യൻ എക്സ്പ്രസ് പത്രം മെയ് 5, 2024 കൊടുത്ത ന്യൂസ് ഞാൻ ഒന്ന് പെട്ടെന്ന് വായിച്ചേക്കാം. ന്യൂസ് ടൈറ്റിൽ എന്ന് പറയുന്നത്, വിമൺ മേയർ MLA husband booked over spat with KSRTC driver. The Cantonment Police registered a case on Saturday night based on a complaint lodged by Baiju Noel, a lawyer who had earlier approached a local court in this regard. A case has been registered against Mayor Arya Rajendran, her husband, and 4 others in connection with a recent road rage incident here. According to the FIR, the case was registered against Arya Rajendran, CPIM MLA Sachin Dev, and 3 other people for blocking a KSRTC bus on the road, creating traffic snarl and causing inconvenience to the public. They were booked under sections 141, unlawful assembly, 268, causing obstruction in a public way, 341, wrongful restraint of the Indian Penal Code, and section 201, causing impediment to the flow of traffic of Motor Vehicles Act. എന്നിട്ട് ഡ്രൈവർ HL യദു എന്ന് പറയുന്ന ആൾ പിന്നെ പോയി വലിയ കോലാഹലമൊക്കെ ആയിരുന്നു. അത് രാഷ്ട്രീയമായിട്ട് പിന്നെ മാറി. 2024 ഏപ്രിൽ 27 നടന്ന ഈ സംഭവത്തെപ്പറ്റി 2028 വന്ന എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് ന്യൂസ് ഈ ആര്യ രാജേന്ദ്രനെ കൃത്യമായിട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ കാണിച്ച കോലാഹലങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ചുകൊണ്ടായിരുന്നു. എന്നിട്ട് 28, 29, 30 തീയതികളിലൊക്കെ കേരളത്തിലെ സർവ്വ ചാനലുകളും ഇതായിരുന്നു പ്രധാന സബ്ജക്റ്റായിട്ട് വന്നത്. പാർട്ടിക്ക് തലവേദനയായ ആ വിഷയം. പക്ഷേ ഏറ്റവും ഒടുക്കം വന്നിരിക്കുന്ന രസകരമായ സംഗതി, ഈ കോലാഹലമൊക്കെ കാണിച്ച് മേയറേയും ഭർത്താവിനെയും പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് മേയറുടെ സഹോദരൻ അരവിന്ദൻ എന്ന് പറയുന്ന ഒരാളെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് കേരള പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ വാദിയെ പ്രതിയാക്കുന്ന മട്ടിൽ ഈ കാണിച്ചു. ഈ ഡ്രൈവർ HL യദു സ്ഥിരം ജോലിക്കാരൻ പോലുമല്ല, അയാളുടെ ജോലിയും നഷ്ടപ്പെട്ടു. അന്ന് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ പോലും ഈ കോലാഹലത്തിനൊക്കെ എതിർത്തതാണ്. ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും മേയറുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിക്ക് തന്നെ തലവേദനയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ബഹുമാന്യയായ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവരെ മേയറായിട്ട് വന്ന സമയം, അത് കഴിഞ്ഞ് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആരൊക്കെയായിരുന്നു മുൻ മേയർമാരെന്ന് വന്നതിനെപ്പറ്റി ഒരു പഠനം അത് ഒരു 3-4 വർഷം മുമ്പ് നടത്തിയതാണ്. അതിൽ 1940 ഒക്ടോബർ 30 തിരുവനന്തപുരം നഗരസഭ നിലവിൽ വന്നത്. അന്ന് മുതൽ മേയർമാരായിട്ട് വന്നവരുടെ കംപ്ലീറ്റ് വിശദ വിവരങ്ങളും നിങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കാണാം. അതിൽ 46-ാം മേയറാണ് 2020 ഡിസംബർ 28 ചാർജ് എടുത്ത ഇപ്പോഴത്തെ മേയറായ ആര്യ രാജേന്ദ്രൻ. ഇനി 1940 ആദ്യത്തെ മേയറായിട്ട് വന്ന ശ്രീ CO മാധവൻ, അദ്ദേഹം മേയറായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളാണ്, ആദ്യത്തെ മേയർ. അദ്ദേഹം അതിനു മുമ്പ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന
ഉന്നതമായ പദവിയിലിരുന്ന് വേണ്ടതിലേറെ ഭരണപരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. അത് കഴിഞ്ഞ ശേഷം സർവ്വസമ്മതനും ബഹുമുഖ പ്രതിഭയുമായ ശ്രീ കരിമ്പവിളാകം തെക്കേത്തോപ്പിൽ എം ഗോവിന്ദപിള്ള ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മേയറായിട്ട് വന്നു. മേയറായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം തിരുവിതാംകൂർ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി എന്ന പദവിയിൽ ഇരുന്നയാളാണ്. വേണ്ടതിലേറെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവായ ദിവാൻ പേഷ്കാർ ശ്രീ മാധവൻപിള്ള സർ സി പി രാമസ്വാമിയുടെ അടുത്ത സുഹൃത്തും സമകാലീനനുമായിരുന്നു. തിരുവനന്തപുരത്തെ സുപ്രധാന സ്ഥാപനങ്ങളായ ടൈറ്റാനിയം കമ്പനി, ശ്രീമൂലം ക്ലബ്ബ്, നാഷണൽ ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ് ഒക്കെ സ്ഥാപിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള വളരെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് കഴിവുള്ള ആളായിരുന്നു. എന്നിട്ട് ഈ കോർപ്പറേഷൻ്റെ ഔദ്യോഗികമായ ലിസ്റ്റിൽ 4ാം മേയറായിട്ട് കാണിച്ചിരിക്കുന്ന ശ്രീ PS നടരാജപിള്ള. അദ്ദേഹത്തിൻ്റെ മഹത്വം ഒരു ദിവസം ഇരുന്ന് വർണ്ണിച്ചാലും തീരത്തില്ല. അദ്ദേഹത്തെപ്പറ്റി കേരള ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക പ്രസിദ്ധീകരണ വകുപ്പ് ഒരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 300ൽ പരം പേജുള്ളൊരു പുസ്തകം തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെപ്പറ്റി. അതിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ധനകാര്യ വിദഗ്ധനായിരുന്നു, ഭാരത പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പോലും സ്നേഹാദരവുകൾ പിടിച്ചുപറ്റിയ ബുദ്ധിജീവിയും മഹാപണ്ഡിതനും ആഗോളതലത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു മലയാളിയുമായിരുന്നു. 1948 തിരുവിതാംകൂർ സർക്കാരിൻ്റെ അഡ്വൈസറായിട്ടും 54-55 കാലത്ത് തിരുക്കൊച്ചിയിൽ ധനകാര്യമന്ത്രിയായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പിന്നീട് MLA ആയും 1962 മുതൽ 66 വരെ തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ലോകസഭാംഗമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് കേരള സാംസ്കാരിക പ്രസിദ്ധീകരണ വകുപ്പിൻ്റെ ആ പുസ്തകം കൗതുകമുള്ളവർ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹമായിരുന്നു 4ാമത്തെ മേയർ. അത് കഴിഞ്ഞ ശേഷം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 47 കാലത്ത് തിരുവനന്തപുരം മേയറായിരുന്നത് പിൽക്കാലത്ത് 2 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന മന്ത്രിയായ KPCC വൈസ് പ്രസിഡന്റ്, ധനകാര്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ബഹുമാന്യനായ വരദരാജൻ നായർ, വരദരാജൻ നായർ ആയിരുന്നു. എന്നിട്ട് സദ്ഭരണത്തിന് ഖ്യാതി നേടി 2 തവണ മേയറായ ശ്രീ ഗോവിന്ദൻകുട്ടി നായർ, EJ ഫെർണാണ്ടസ് തുടങ്ങിയ അവരൊക്കെ വളരെ കഴിവുറ്റ ഭരണാധികാരികളായിരുന്നു, പ്രാപ്തന്മാരായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വിഖ്യാതനായ പൊന്നറ ശ്രീ ജി ശ്രീധർ, അദ്ദേഹത്തെപ്പറ്റി അറിയണം. സർവസ്വവും ത്യജിച്ചുകൊണ്ട് 1922 നിസ്സഹകരണ പ്രസ്ഥാനം, 23 നാഗ്പൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങി എല്ലാ പ്രശസ്ത സ്വാതന്ത്ര്യ സമരങ്ങളും ഗാന്ധിജി, പട്ടേൽ, നെഹ്റു തുടങ്ങിയ നേതാക്കളോടൊപ്പം പങ്കെടുക്കുകയും ബ്രിട്ടീഷുകാരിൽ നിന്ന് നീണ്ട വർഷങ്ങൾ ജയിൽവാസവും മർദ്ദനവും ഏറ്റുവാങ്ങുകയും ചെയ്ത ഒരു യഥാർത്ഥ മഹാത്മാവ് തന്നെയായിരുന്നു. 1948 തിരുവിതാംകൂർ നിയമസഭയിൽ നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. സർവ്വജന സമ്മതനായിരുന്നു. 49 മുതൽ 56 വരെ തിരുക്കൊച്ചി നിയമസഭയിലും പിന്നീട് 1ഉം 2ഉം കേരള നിയമസഭകളിലും വിളപ്പിൽ നിയോജകമണ്ഡലത്തിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത അഭിഭാഷകനായിരുന്നു. 56 മാർച്ച് 20 മുതൽ 57 ഫെബ്രുവരി 20 വരെ അദ്ദേഹം തിരുവനന്തപുരം മേയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം വളരെ വളരെ വിശിഷ്ടമായിരുന്നു. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കാണുന്ന പൊന്നറ പാർക്ക്, അദ്ദേഹത്തിൻ്റെ പ്രതിമ, ഇതെല്ലാം ജനലക്ഷങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിൻ്റെ സൂചകമായിട്ട് അവിടെ വന്നതാണ്. അത് കഴിഞ്ഞ ശേഷം എല്ലാവരുടെയും പേര് പറയാൻ സമയം കിട്ടുന്നില്ല. 45 മേയർമാരുടെ കാര്യം പറയണം. ഞാൻ എല്ലാം എടുക്കുന്നില്ല. ഫുൾ സ്റ്റഡി ഞാൻ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി നടത്തിയതാണ്. ഫുൾ ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് സർവശ്രീ EP ഈപ്പൻ, CR ദാസ്, CS നീലകണ്ഠൻ നായർ, V കൃഷ്ണമുരാരി, KC വാമദേവൻ, മുഹമ്മദ് കാസിം, ഫ്രെഡി പെരേര, V കരുണാകരൻ നായർ, ഇവരൊക്കെ കോൺഗ്രസിൻ്റെ പക്ഷത്തും CPM പക്ഷത്തും ഒക്കെ വന്നിട്ടുള്ള ഇടത് വലത് പക്ഷങ്ങൾ മാറി മാറി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ട്. എന്നിട്ട് 67 ആറ്റിങ്ങൽ നിന്ന് MLA തിരഞ്ഞെടുക്കപ്പെട്ട കോസല രാമദാസ് ഉജ്ജ്വല വാഗ്മിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീ സ്റ്റാൻലി സത്യനേശൻ, എന്നിട്ട് ശ്രീ ജയൻ ബാബു, അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മേയറായി. തിരുവനന്തപുരം മേയറായും ട്രിഡ ചെയർമാനായും 2 തവണ ഇരുന്നിട്ടുള്ള ഏക വ്യക്തി ബഹുമാന്യനായ ശ്രീ C ജയൻ ബാബു മാത്രമാണ്. പിന്നെ 75ലും 84ലും CPM ലേബലിൽ മേയറായ ശ്രീ MP പത്മനാഭൻ, അദ്ദേഹം വളരെ പ്രശസ്തനായ കൗൺസിലറായിരുന്നു, മേയറായിരുന്നു. 64 മുതൽ 35 വർഷക്കാലം കണ്ണമൂല കൗൺസിലറായിരുന്ന അദ്ദേഹം 1990 CMP ടിക്കറ്റിലാണ് മേയറായത്. എന്നിട്ട് ഇപ്പോഴത്തെ മന്ത്രിയായ ബഹുമാന്യനായ ശ്രീ V ശിവൻകുട്ടി, അദ്ദേഹം ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. എന്നിട്ട് തിരുവനന്തപുരം മേയർ, 2 തവണ MLA എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചയാളാണ്. 2000 മുതൽ 2005 വരെ മേയറായിരുന്ന പ്രൊഫസർ J ചന്ദ്ര തിരുവനന്തപുരത്തെ ആദ്യത്തെ വനിതാ മേയറായിരുന്നു. മുതിർന്ന ഫിസിക്സ് പ്രൊഫസറായിരുന്നു മാഡം. എന്നിട്ട് 2010 നവംബർ 9 മുതൽ 2015 ഒക്ടോബർ 31 വരെ മേയറായിരുന്ന അഡ്വക്കേറ്റ് ശ്രീമതി K ചന്ദ്രിക KSEBിയിൽ നേരത്തെ ജോലി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വളണ്ടറി എടുത്തിട്ട് ഫുൾ ടൈം രാഷ്ട്രീയത്തിനിറങ്ങി ഒരു പ്രശസ്തയായ അഭിഭാഷകയാണ്, വളരെ കഴിവുള്ള സ്ത്രീയാണ്. 44ാം മേയറായി 2015 നവംബർ 18 മുതൽ 2019 ഒക്ടോബർ 26 വരെ പദവിയിലിരുന്ന ശ്രീ VK പ്രശാന്ത് 2019ലും 2021ലും വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ച് MLA ആയ ആളാണ്.
അദ്ദേഹം ഇപ്പോഴും MLA ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത്രയും ഇതിനു മുമ്പ് പ്രഗത്ഭരായിട്ടുള്ള ഇടത് വലത് പക്ഷങ്ങളിലെ ആളുകളാണ് MLA ഇവിടെ മേയറായിട്ട് വന്നിട്ടുള്ളത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ, നമുക്കൊക്കെ അറിയാം, തിരുവനന്തപുരം ആൾ സയൻസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനി ആയിരുന്നപ്പോഴാണ് ശ്രീമതി ആര്യ രാജേന്ദ്രനെ പാർട്ടി മേയറാക്കിയത്. അതുകൊണ്ട് എന്ത് പറ്റി? കോളേജ് പഠനവും നഗരസഭാ ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വന്നു. കോളേജ് ഭരണം കളഞ്ഞിട്ട് നഗരസഭാ ഭരണത്തിന് പോകാൻ ആയിട്ട് പറയാൻ പറ്റുമോ? അപ്പോൾ ഫലത്തിൽ നമുക്ക് കിട്ടിയത് ഒരു പാർട്ട് ടൈം മേയറെയാണ് കിട്ടിയത്. പാർട്ട് ടൈം വിദ്യാർത്ഥിനിയും പാർട്ട് ടൈം മേയറുമായിട്ടില്ലേ അന്ന് അവിടെ ഇരുന്നത്. ഈ ഒരു ഗതികേട് കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇതുവരെ വന്നിട്ടുണ്ടോ? പഠിത്തം പൂർത്തിയാക്കിയ വേറെ വ്യക്തികളെ ഒന്നും CPMൻ്റെ ഇതിൽ കൗൺസിലർമാരായിട്ട് കിട്ടാഞ്ഞിട്ടാണോ ഇത് ചെയ്തത്? അല്ല. അതിനകത്ത് മാരകമായ ഗ്രൂപ്പ്, ജാതി, ഉപജാതി, കിടമത്സരങ്ങൾ, വേറെ ചിലരെ മേയറാക്കാതിരിക്കാനുള്ള കളികൾ, ഇതെല്ലാം കണ്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഇവിടെ ഒരു നിയമപരമായ ചോദ്യം വന്നു. എന്താ, ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്തെ മേയറായിക്കൂടെ? അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. മേയറാകാം. അത് ഒരു ഭരണഘടനാപരമായ തെറ്റുമില്ല, നിയമപരമായിട്ടൊരു തെറ്റുമില്ല. പക്ഷേ ചിന്തിച്ചു നോക്കുക, തിരുവനന്തപുരം പോലെ ഇത്രയും വലിപ്പമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. ഇതിൽ സംസ്ഥാന തലസ്ഥാനം കൂടെയാണ്. 214.86 സ്ക്വയർ കിലോമീറ്റർ വ്യാപ്തിയുള്ള 101 ഡിവിഷനുകളുള്ള 15 ലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള 5ഓളം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന, അനുദിനം വികസിച്ചു വരുന്ന, ജനസംഖ്യ കൂടിക്കൂടി വരുന്ന, പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നൊരു നഗരസഭയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പുണ്ടായിരുന്ന മേയർമാരെക്കാൾ ഒക്കെ പ്രാപ്തിയുള്ളൊരു മേയറയല്ലേ CPM പാർട്ടിയിൽ നിന്ന് ഇവിടെ നിയോഗിക്കേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും അതാണല്ലോ ചെയ്തത്. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, കോളേജ് വിദ്യാർത്ഥിനിയായിട്ട് പാർട്ട് ടൈമായിട്ട് അവിടെ പോകുന്നു, പഠിക്കാൻ പോകുന്നു. എന്നിട്ട് പാർട്ട് ടൈമായിട്ട് കോർപ്പറേഷൻ ഓഫീസിൽ മേയറായിട്ടും പ്രത്യക്ഷപ്പെടുന്നു. ഈ ഒരു ഗതികേട് തിരുവനന്തപുരത്തിന് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തത് വഴി എന്താ ചെയ്തത്? LDF നേതൃത്വം തീരുമാനിച്ചത്, തിരുവനന്തപുരത്തുകാർക്ക് ഇതൊക്കെ മതി, ഇതല്ലേ ചെയ്തത്. അതിൻ്റെ ഒരു ഒരു പരിഹാസ്യമായ സംഭവം ആയിട്ടിത് മാറിയെന്നുള്ളത് അന്ന് തന്നെ അതിശക്തമായ ലെവലിൽ CPM പാർട്ടിക്കകത്തു നിന്ന് തന്നെ മുറുമുറുപ്പ് വന്നതാണ്. എല്ലാം ചവിട്ടി ഒതുക്കി വെച്ചു. എന്നിട്ട് അവസാനം ഖ്യാതി അടിച്ചത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ഞങ്ങൾ തന്നു എന്ന്. ശരി, ഒരു ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രനല്ല, രാജസ്ഥാനിൽ നിന്നുള്ള ഒരു BJP മേയർ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നീട് വന്നു. അതുകൊണ്ട് പിന്നെ അത് അധികം ഹൈലൈറ്റ് ചെയ്തില്ല. ശരി, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണെന്ന് ഇരിക്കട്ടെ. ഖ്യാതി അടിച്ചതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് എന്ത് പ്രയോജനമുണ്ടായി? എന്നിട്ട് ആകെപ്പാടെ പിന്നീട് നടന്നത് ഈ സാധു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഭരണത്തെപ്പറ്റി, ഇതിൻ്റെ കള്ളത്തരങ്ങളെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ ഒരു വ്യക്തിത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് മഹാരഥന്മാരായിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് മോഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഇവിടെ നടന്നത്. ഈ കഴിഞ്ഞ 5 വർഷത്തെ കോർപ്പറേഷൻ ഭരണം കൊണ്ട് അതർവൈസ് നേടേണ്ടിയിരുന്ന, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഫണ്ടൊന്നും കണക്ക് പറഞ്ഞ് വാങ്ങിക്കാൻ സാധിച്ചില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചില്ല. എന്നിട്ട് ഇതെല്ലാം ഈ വ്യക്തിയെ ഞാൻ എണ്ണി അലിഗേഷൻസ് ഇപ്പം പറയുന്നുണ്ട്. ഞാൻ ഒറ്റ അലിഗേഷനും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെല്ലാം ചെയ്തിട്ട് ഈ കോർപ്പറേഷൻ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു അഡ്വാൻറ്റേജ് സമ്പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ബസ്സിൻ്റെ ഇഷ്യൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നാടുനീളെ പാർട്ടിയുടെ ആളുകൾ തന്നെ ഈ ഒരു ഡ്രൈവറുടെ നേരെ നടു റോഡിൽ കിടന്ന് ഒരു മേയർ അട്ടഹസിക്കുന്നത്, ഇതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ വന്നതാണ്. ആർക്കും നിഷേധിക്കാൻ സാധിക്കത്തില്ല. എന്നിട്ട് അവരുടെ ഭർത്താവ് CPM MLA സച്ചിൻ ദേവ് മേയർ, ഇവരെ രണ്ടിനെയും ഒഴിവാക്കിക്കൊണ്ട് പരിഹാസ്യമായ രീതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. മേയറുടെ ബ്രദറിനെ മാത്രം ഇതിനകത്ത് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ മനുഷ്യരുടെ ഓർമ്മശക്തിയെ പുച്ഛിക്കല്ലേ, ധിക്കരിക്കല്ലേ. അതുകൊണ്ട് ഇതൊരു തരം ബലിയാടാക്കൽ രാഷ്ട്രീയമാണ് ഇപ്പം സത്യം പറഞ്ഞ ആര്യയുടെ മുകളിൽ പാർട്ടി കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സിറ്റിംഗ് മേയറെ കാണിച്ചുകൊണ്ട്, പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് സിറ്റിംഗ് മേയറെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കാൻ ധൈര്യം വരാത്തത്? പല കാരണങ്ങളുണ്ട്. ഞാൻ ഒന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നാട്ടുകാർക്ക് മൊത്തം അറിയാം. അത്രയ്ക്ക് പരിഹാസ്യമായ ഒരു അവസ്ഥയിൽ ഇന്ന് ഈ ഒരു തീരുമാനം വന്നത് അറിഞ്ഞപ്പോഴാണ് സത്യത്തിൽ മനസ്സിൽ നിൽക്കാത്തൊരു സങ്കടം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിനകത്ത് ജീവിക്കുന്ന ആളുകൾ, കോർപ്പറേഷൻ ലിമിറ്റിനകത്ത് ജീവിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള തനിയാവർത്തനങ്ങൾ ഇനി വരാതെ ഇരിക്കാനും നല്ല നിലയിൽ ഒരു ഭരണം കാഴ്ചവെക്കുവാനും
BJP NDA സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ വോട്ട് ചെയ്യുക. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയുണ്ട്. കാരണം വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഒട്ടി നിൽക്കുന്ന നല്ലൊരു ഭരണ സംവിധാനം തിരുവനന്തപുരം നഗരത്തിന് ആവശ്യമാണ്. ഈ മാറി ഇടത്ത് വലത്ത് ലെഫ്റ്റ് റൈറ്റ് പോലീസുകാരെ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ മോഷണത്തിൻ്റെ ഒരു വേദിയായിട്ട് ഇനിയും തിരുവനന്തപുരം നഗരത്തെ വിട്ടുകൊടുക്കരുത്. ഇപ്പോൾ 101 ഡിവിഷൻസ് ഉള്ളതിൽ ഏതാണ്ട് 50-52 LDFിൻ്റെ കൈവശമുണ്ട്. കോൺഗ്രസിൻ്റെ കയ്യിൽ കുറേയുണ്ട്. 35 സീറ്റ് BJPക്കുണ്ട്. ഈ 35 ഒരു 65-70 ആക്കാൻ ഒരു പ്രയാസവുമില്ല. കാരണം അത്രയും ഡിവിഷനുകളിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നത് തിരുവനന്തപുരം നഗരത്തെ അതിൻ്റെ പരിപൂർണതയിലേക്കും നല്ലൊരു ദിശയിലേക്കും നല്ല ഐശ്വര്യത്തിലേക്കും പ്രതാപത്തിലേക്കും വളർത്തിയെടുക്കുവാൻ നിങ്ങളൊരു അവസരം തന്നു നോക്കൂ. യു വോട്ട് ഫോർ എ ചേഞ്ച്. ഈ ഇടത്ത് വലത്ത് എക്സർസൈസ് ചെയ്യുന്ന ഒരു വ്യത്യാസം കാണണ്ടേ? തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടി ഇത്തവണ വോട്ട് ചെയ്യുക. ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തെയോ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ചീത്ത പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വോട്ട് ഫോർ എ ചേഞ്ച്. അടുത്തൊരു 5 വർഷം BJPയെ ഏൽപ്പിച്ചു നോക്കുക, NDAയെ ഏൽപ്പിച്ചു നോക്കുക. വലിയ മാറ്റങ്ങൾ ഈ കോർപ്പറേഷനിൽ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഇത്തവണ വളരെ വിലയേറിയ സമ്മതിദാന അവകാശം എല്ലാവരും വിനിയോഗിക്കുക. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.